നമ്മളിപ്പോൾ ഉള്ളത് ഒരു രക്ഷയില്ല. രാത്രിയിലോ 3 മണിക്ക് നമുക്കറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം ഇല്ലാത്തൊരു ക്ലൈമറ്റ് ഇവിടെ ചേഞ്ച് 2 ദിവസം കൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിരുന്നു. ഇന്നലെ കുറച്ചുകൂടി ഇത് ഭീകരമായി. ഇന്നലെ ഞങ്ങൾ വന്നിട്ട് രാത്രി ആയപ്പോഴത്തേക്ക് 0 ഡിഗ്രി ആയിരുന്നു. ഇന്നലെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ 2 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാനുള്ള തവാങ്ങായിരുന്നു. തവാങ്ങിലോട്ട് പോകുന്ന വഴിക്ക് സേല പാസ് ഉണ്ട്. അപ്പോൾ സേല പാസ് ഫുള്ള് സ്നോഫോളായി, ടോപ്പ് ഫുള്ള് സ്നോ ആണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തവാങ്ങിലോട്ട് പോകണം. തവാങ്ങിലും ഇന്നലെ വൈകിട്ട് മഴയുണ്ടായിരുന്നു. ഞങ്ങളുടെ ചേട്ടനുണ്ട്, ഫ്രണ്ട് ഉണ്ട് അവിടെ. പുള്ളി ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഇന്നലെ വൈകിട്ട് അവിടെ മഴയായിരുന്നു, ഭയങ്കര ടെമ്പറേച്ചർ ആയിരുന്നു, നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ 0 ഡിഗ്രിയിലൊക്കെയാണ്. നമ്മളെയും കൊണ്ട് അതുവഴി ബൈക്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാണ്. പ്രത്യേകിച്ചും ശ്വാസകോശത്തിലൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി അവസാനം ന്യൂമോണിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒട്ടും റിസ്ക് എടുക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റിൽ റിസ്ക് എടുക്കാൻ വയ്യ. നമുക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ക്ലൈമറ്റ്. രക്ഷയില്ല. ജാക്കറ്റ്, അകത്ത് 2 ഷർട്ട്, 2 പാൻറ്റ് ഇതൊക്കെ വലിച്ചിട്ടിട്ട് ഇപ്പം തന്നെ ഇവിടെ തന്നെ നിൽക്കുന്നു. ഞാൻ പലതവണയും വന്ന് പലയിടത്തും രാത്രി സ്റ്റേ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കുളിക്കണ്ട. അതായത് സ്വാഭാവികം, കാരണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഒരു ദിവസം ഉച്ചയ്ക്ക് എവിടെയെങ്കിലും നമുക്ക് കുളിക്കണ്ട. അപ്പം ഞാൻ എന്തോ ചെയ്തു, കുഞ്ഞിന് അങ്ങനെ തുടച്ചെടുത്തു. ഞാൻ അതുപോലെ കാലൊക്കെ ഒന്ന് കഴിയാതെ വെള്ളം ചൂടാക്കി ഫ്രഷ് ആവാൻ വേണ്ടി പറഞ്ഞിട്ട് കേൾക്കാഞ്ഞ് 2-3 ദിവസവും വന്ന് തലയിൽ അവൾക്കത് തലയിലിടുന്ന ഇഷ്ടമില്ല. വന്ന് കുളിച്ചിട്ട് അന്ന് തുടങ്ങിയ പണിയാണ്. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയതേ ഇല്ല എന്തെങ്കിലും. അപ്പൊ ബാക്കി കാഴ്ചകൾ വഴിയെ കാണിച്ചു തരാവേ. തവാങ് പോകുന്നവരുടെ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേ ആണ് തമ്പ്, ബോംഡില അല്ലെങ്കിൽ ദിരാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 സ്റ്റേ ഓപ്ഷൻസ് ഉണ്ടാവും. ഇവിടെ ഭയങ്കര കൂടുതലാണ്, റേറ്റ് കൂടുതലാണ്. നമ്മൾ പേശിയാണ് 1000 രൂപയ്ക്ക് എത്തിച്ചത്. ഇവിടെ ഒരു മൊണാസ്ട്രി കാര്യങ്ങളൊക്കെ ഉള്ളത്. മൊണാസ്ട്രി ഇവിടെ എവിടെ പോലും കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടും. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വ്യൂ പോയിന്റ് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ന് വിചാരിച്ചിരിക്കുന്നത് ഈ ക്ലൈമറ്റ് നമുക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട്, ഓളയും കൊണ്ടും വലിയ പാടാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്കത് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുകളിലോട്ട് തവാങ്ങ പോകുന്നില്ല. തവാങ്ങ പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കൽ പോകാമെന്ന് വിചാരിച്ചു. തവാങ്ങിൽ പോയാലും നമുക്ക് അവിടെ നിന്ന് ബോംഡിലേ ആയിരുന്നു നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ. നമ്മുടെ ഒരു ആഗ്രഹം അതായിരുന്നു. ഇന്ത്യ ചൈന ബോർഡറുള്ള ഒരു പ്രധാനപ്പെട്ട പാസ്സാണ് ബോംഡില എന്ന് പറയുന്നത്. ബോംഡിലോട്ട് ആൾക്കാരെ കടത്തി വിടുന്നില്ല. ബോംഡിലോട്ട് വണ്ടിയിൽ കയറ്റി വിടാൻ നിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോയവരൊക്കെ വഴിയിൽ സ്നോഫോൾ കാരണം പകുതിക്ക് ചെറിയ പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് തവാങ്ങിൽ ചെന്നിട്ട് ബോംഡിലേക്ക് പോയില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ തവാങ്ങ പോകുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി തേസ്പൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ തേസ്പൂരിൽ പോയിട്ട് തേസ്പൂരിലെ കാഴ്ചകളെ കാണാനുണ്ടാകും. അവിടെ നമ്മൾ നേരെ അരുണാചലിൽ തന്നെ സിറോ വാലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ 10 ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇപ്പം ഗൂഗിളിൽ കാണിക്കുന്നത്. അവിടുത്തെ ക്ലൈമറ്റ്, തേസ്പൂരിൽ ചെന്നിട്ട് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് സിറോ വാലിയിലോട്ട് വിടും. അപ്പോൾ നമുക്ക് ബോംഡിലയിലോട്ട് വിട പറയാം. ബോംഡിലയിൽ നിന്ന് തേസ്പൂരിലേക്ക് പോകാം. തൃപ്തിയായി, വളരെയധികം തൃപ്തിയായി. നന്ദിയുണ്ട്, നന്ദി. കണ്ടു, നിങ്ങൾ ഇതും കാണണം, നിങ്ങൾ ഇതും കാണണം, നിങ്ങൾ ഈ കാഴ്ചയും കാണണം. ഒരു രക്ഷയില്ല കേട്ടോ. പ്രതീക്ഷിച്ചില്ല. കയ്യില് വെള്ളം എടുത്ത് ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ അത് ഐസ് ആവുന്ന അവസ്ഥയാണ്. ഇരിക്കുന്നത് ഐസ് ആവുകയാണ്. കാരണം ഞാൻ ഫുഡ് ഉണ്ടാക്കി ആ പാത്രം കഴുകി അവിടെ വെച്ചിട്ട് ഞാനത് പിന്നെ ചെന്ന് എടുത്തപ്പം അതിലിങ്ങനെ ഐസാണ്. ആ വെള്ളം ബാക്കി ഇരുന്നത് ഫുൾ ഐസാണ്. എണ്ണയൊക്കെ ഫുൾ ഐസായിപ്പോയി. ഒരു തരത്തിലും എടുക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പം കുട്ടിയെ അവളെയും കൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. കേൾക്കത്തില്ലായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പം ഒരു ചേട്ടൻ, മറ്റേ നമുക്ക് അറിയാവുന്ന ചേട്ടനുണ്ട്, ചേട്ടനും പറഞ്ഞു നമുക്ക് പാടാണെന്ന്. ഇതിന്റെ പേര് ജപ്പാൻ ഫ്രൂട്ട് എന്നാ പറഞ്ഞത്. നല്ല സ്വീറ്റി ആണെന്ന് പറഞ്ഞു. ഇത് നമുക്ക് തണുത്ത് കഴിക്കാൻ പറ്റില്ല. കാരണം തണുത്തിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തണുത്ത ഫുഡ് കൂടെ നമുക്ക് കഴിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ തേജ്പൂർ പോകുന്ന വഴി ഇനി നമുക്ക് കുറഞ്ഞു വരും തണുപ്പ്. കാരണം അവിടെയൊക്കെ നോർമൽ ക്ലൈമറ്റ് ആണ്. ഇതിലൊക്കെ ഞങ്ങൾ വിയർത്ത് കുളിച്ച് ചെയ്തു ആ താഴ്വശത്ത് നിന്ന്. അപ്പം ബാക്കി ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നമ്മുടെ റൂമിൻ്റെ ഓണർ എന്ന് പറഞ്ഞ ചില്ലറക്കാരിയല്ല. പുള്ളിക്കാരിയുടെ ആ ടെറസിൻ്റെ മുകളിൽ ഈ പരിസരത്തുള്ള മിക്കവാറും എല്ലാ സാധനങ്ങളും വളരുന്നുണ്ട്. അപ്പോൾ അവരൊരു ചെറിയൊരു ഗാർഡനും ഒക്കെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ നമ്മൾ കാണിച്ചു. ठीक है, ये पूरा फ्लावर है, ये अभी सीजन खत्म हो गया इसका। हाँ ओके ओके।
और ये ऑर्किड हाँ ये जो ऑर्किड ये ऑरेंज वाला है, बहुत सुंदर है, ठीक है खिलता है बाद में से। ഇവിടെ കുറേ പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് और ये सब क्या है ये सब भी फ्लावर है, अभी ठंडा समय का फ्लावर है। ओके ओके ये सब पूरा सेंट वाला है, एकदम पीला वाला, हाँ हाँ बहुत सुंदर। ठीक है ठीक है अभी ज़्यादा ये चीज़ क्या होता है ये हाँ ये तो ऐसे है, वो ऐसे मतलब ये फ्लावर्स होता है हाँ, नहीं फ्लावर्स छोटे छोटे है, डेकोरेशन के लिए, ओके ओके इसे सजाने के लिए। और ये सब भी सीजन खत्म हो गया ये सब। हाँ हाँ ये स्ट्रॉबेरी बनता है इधर स्ट्रॉबेरी ये हाँ जंगली होता है, बहुत जंगली खाते हैं। ഇതാണ് ഇതല്ലേ ബ്ലൂബെറി हाँ जी ഇതാണ് നമ്മുടെ ബ്ലൂബെറി കുറേ നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന സാധനമാണ് കൊള്ളാമല്ലേ നമ്മുടെ നാട്ടിലും കിട്ടാത്തൊരു സാധനമാണ് ബ്ലൂബെറി അതിൻ്റെ ഫ്രൂട്ട് നമുക്ക് ലുലുവിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലും ബ്ലൂബെറിയുടെ ഒരു ചെടി കാണുന്ന ആദ്യമായിട്ട് ഇതേ അവിടെ ഒരു പൂ പൂത്ത് നിൽപ്പുണ്ട് നൈസ് അടിപൊളി പൂത്ത് വരുന്നതേ ഉള്ളൂ കായ ആയില്ല എന്ന് തോന്നുന്നു അടിപൊളി അടിപൊളി ചെറിയ കോളിഫ്ലവർ വരുന്നത് കാണാം കൊള്ളാം രസമുണ്ട് ഇവർ ടെറസിൽ തന്നെ സംഭവം എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് पम्पकिन हुआ है। പംകിൻ ഓക്കെ ഓക്കെ ये सब आप बनाते हैं इधर हाँ हाँ हम लोग खुद ये ऑर्गेनिक ऑर्गेनिक वेजिटेबल्स है छिलका പിരാങ് വഴി പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് എന്താ പറയുക ഫീൽഡുകളൊക്കെ അതായത് നമ്മളുടെ ആപ്പിള് കിവി പഠിക്കും ആപ്പിൾ കിവി അങ്ങനെയുള്ള കുറേയധികം ഓർക്കിഡ്സ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ദിരാങ്ങിലത് കാണാൻ പറ്റില്ല താഴെ ഉണ്ടായിരുന്നത് കാണാൻ പറ്റില്ല ഇതാണ് നമ്മുടെ വാൾനട്ട് മരം അപ്പോൾ ഇങ്ങനത്തെ കുറേയധികം സംഭവങ്ങൾ ഇവിടെ ഉണ്ട് നമ്മുടെ ലഡാക്കിൽ കണ്ടവർക്കറിയാം അതെ അതെ വാൾനട്ട് നമ്മൾ വലിയ മരം കാണിച്ചത് എന്തൊരു ചെറിയ സംഭവമാണ് കായൊന്നുമില്ലാത്ത ചെറിയൊരു മരം അപ്പോൾ നമ്മളുടെ ഒരു സങ്കടം കണ്ടിട്ട് നമ്മുടെ റൂം എടുത്ത വീട്ടിലെ ചേച്ചി നമുക്കിവിടെ കുറേ വീടുകളിലുള്ള ഫീൽഡ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോവാണ്. അപ്പോൾ വളരെ ഇടവഴികളാണ് എല്ലാ വീടുകളിലേക്കും ഉള്ളത്. വെയില് നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും പേരിന് മാത്രമുള്ള ഈ വെയിലിനൊന്നും ഒരു ചൂടുമില്ല കേട്ടോ ചുമ്മാ കേരളത്തിൽ വെയിലടിക്കുന്നത് അല്ലേ കേരളത്തിലേക്ക് എന്തോരം ചൂടാ ഇവിടുത്തെ വെയിലിൽ 10 മിനിറ്റ് ഇറങ്ങുന്നതിലൊന്നും ചൂടാവുന്നില്ല ഒരു രക്ഷയില്ലാത്ത തണുപ്പ് ഇതെല്ലാം കണ്ട ഇതെല്ലാം നമ്മളുടെ ക്യാബേജ് കോളിഫ്ലവർ അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇവിടെ ഈ തണുപ്പ് കാലത്തുണ്ടാകുന്ന കൃഷികളാണ് കൂടുതലും ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കിവി ഫ്രൂട്ട്സിൻ്റെ ഏകദേശം 80% വരുന്ന അരുണാചൽ പ്രദേശിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ഇന്നലെ വരുന്ന വഴിക്ക് ഒരു ആപ്പിൾ ആൻഡ് കിവി പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളത് മിസ് ചെയ്തു കാരണം അവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരാൻ താമസിക്കും ഇന്നലെ നമ്മൾ ദിരാങ്ങിൽ എത്തണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബോംഡിലേ എത്തിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ചു. ഈ വീട്ടിലാണ് കിവി ഉള്ളത്. അപ്പോൾ നമ്മൾ കസ്റ്റമർ ആയതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക ഒരു പ്രയോറിറ്റി തന്ന് പുള്ളിക്കാരി കൊണ്ടുവരാണ്. അപ്പം വീട്ടുകാരോട് പെർമിഷൻ ഒക്കെ ചോദിച്ചു. ഉള്ളിലേക്ക് ഉള്ളിയാണ് നമ്മളുടെ ഉള്ളി സവാള ഇവരുള്ള സ്ഥലത്തെല്ലാം കൃഷി ചെയ്തേക്കാണല്ലേ സിക്കിമിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് നമ്മൾ കണ്ട ബാക്കി രണ്ട് ചെടി ചോളമാണ് ഇതൊക്കെ ചോളത്തിന്റെ വലിയ ഓ ഈ പടം നടക്കുന്ന കിവി അപ്പൊ നിറച്ച് പിടിച്ച് കിടപ്പുണ്ട് എന്ത് കിവി കിടക്കുന്നുണ്ടോ അപ്പൊ തൂങ്ങി തൂങ്ങി ഉണ്ട കിടക്കുന്നു അയ്യോ അതെല്ലാം കിവി ഫ്രൂട്ട്സ് ആണ് അപ്പൊ ഇതാണ് നമ്മളുടെ കിവി ഫ്രൂട്ടും പിടിച്ചിരിക്കുന്നുണ്ടോ ഒന്ന് സൂം ചെയ്തേ കാണാം പക്ഷേ ഡിസ്റ്റോർഷനായി അതുകൊണ്ട് ഞാൻ അധികം സൂം ചെയ്യുന്നില്ല ഇതാണ് നമ്മുടെ കിവി ഫ്രൂട്ട് ഇവിടെ കിലോ 100 രൂപയേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ 3 കിവി അവരുടെ ബോക്സിനകത്ത് വിൽക്കുന്നത് 200 രൂപ ആ റേഞ്ചിലാണ് ഇവിടെ 1 കിലോ കിവി എന്ന് പറയുമ്പോൾ ഏകദേശം 7 എണ്ണം വരും അത്ര എണ്ണത്തിന് 100 രൂപയേ ഉള്ളൂ അപ്പോൾ അത്രയും വലിയ വ്യത്യാസമല്ലേ അവിടുന്ന് അരുണാചലിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നൊരു വ്യത്യാസം ട്രാൻസ്പോർട്ടേഷനൊക്കെ വ്യത്യാസമായിരിക്കാം പക്ഷേ സംഭവം കൊള്ളാം നല്ല രസമുണ്ട് അവരുടെ വീടിന്റെ ആ ഒരു ബാക്ക് യാർഡ് നട്ടേ നമ്മുടെ നാട്ടില് നമ്മുടെ പാഷൻ നമ്മുടെയൊക്കെ നാടുകളിൽ അത് തന്നെ സംഭവം അതുപോലെ അതായത് നല്ലതുപോലെ പിടിച്ച് കിടക്കുന്നിടത്ത് കിടക്കുന്നത് പോലെ ഇല്ല കുമ്പളമൊക്കെ കയറി കിടക്കുന്ന പോലെ അങ്ങ് മണ്ടയിലേക്ക് കയറി കിടക്കണം അത് നിറച്ച് ഈ താഴെ കാണുന്ന പോലെ അല്ല മുകളിലാണെങ്കിൽ ചുമ്മാ പിടിച്ച് കിടക്കാണ് ചുമ്മാ അവരുടെ കിവി ഫ്രൂട്ടിനെ കണ്ണു വയ്ക്കാതെ
കുഴപ്പമില്ല, കിട്ടും കിട്ടും. ഇവിടെ കാണാറുണ്ട്. രാവിലെ അത്രയും നടന്നതേ ഉള്ളൂ. അയ്യോ, ശ്വാസം കിട്ടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇന്ന് തവാൻ കൂടെ പോയിരുന്നെങ്കിൽ വൻ കോമഡി ആയി പോയേനെ. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി പാക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പല്ല ഇവിടെ ഉള്ളത്. കഴിക്കുന്ന സാധനങ്ങളൊന്നും ദഹിക്കുന്നില്ല, അതും ഒരു വലിയ പോരായ്മയാണ്. അപ്പോൾ നിങ്ങൾ അരുണാചലിലേക്കൊരു ട്രിപ്പ് പ്ലാനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമ്മർ സീസണിലൊക്കെ നോക്കുക. ഈ ഒരു വിൻ്റർ സീസണിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ 4 ഡിഗ്രി സെൽഷ്യസ് തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇത്രയും മരങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ നടന്നപ്പോൾ തന്നെ ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ ബാക്കി ബോംഡിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ ഒക്കെ റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. ബോംഡിലയിൽ ഒരു വാർ മെമ്മോറിയലും ഉണ്ട്, പിന്നെ കുറേയധികം കൃഷി തോട്ടങ്ങളുണ്ട്, പ്രത്യേകിച്ച് ആപ്പിളിൻ്റെയൊക്കെ. പക്ഷേ ആപ്പിളിൻ്റെ സീസൺ ഇപ്പോൾ കഴിഞ്ഞ് പോയതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് കാര്യമില്ല. എന്നാലും ആ വാർ മെമ്മോറിയലും KR ഹിൽസ് എന്ന് പറഞ്ഞ വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടേക്ക് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ബൈക്ക് വെച്ചിട്ട് കുറേ നടക്കണം. അപ്പോൾ ഇന്ന് രാവിലത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, എൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു അല്പം മോശമാണ്. കാരണം ഒരു ജലദോഷം, മൊണാസ്ട്രി ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങോട്ട് കയറിപ്പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ പനി അടിച്ചുകൊണ്ട് ജലദോഷം അടിച്ചുകൊണ്ട് നടന്ന് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. തന്നെ കാണാൻ പോയിട്ട് നനയ്ക്കുമായിരുന്നു. അതെ, അപ്പോൾ എനിക്ക് ഒട്ടും വെക്കുന്നില്ല. കാരണം ഇൻ കേസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവിടെ അടുത്ത മെഡിക്കൽ ഫെസിലിറ്റിയിൽ പോയി കാണിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ തന്നെ പോകുന്ന വഴിക്ക് ഇത് കുറഞ്ഞില്ലെങ്കിൽ എവിടെയെങ്കിലും കയറി കാണിക്കുന്നതാണ്, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. പക്ഷെ ഇന്ന് ക്ലൈമറ്റ് ഇച്ചിരി പ്ലസൻ്റ് ആണ്. കാരണം ഇന്നലെ വന്നപ്പോൾ ഫുള്ള് മൂടി കെട്ടി കിടക്കുമായിരുന്നു. അതാണ് ആ ഒരു സഡൻ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷെ ഇന്ന് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടല്ലേ. പക്ഷേ ഇന്നലെ രാത്രിയിൽ അത് വന്നതിന് ശേഷം ഞാൻ കുളിക്കുകയും കൂടെ ചെയ്തില്ലേ. ഞാൻ ക്ലൈമറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഇന്ന് നല്ല വെയിലില്ലേ. നല്ല രാവിലെ ഈ സമയത്തുള്ള വെയിലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പം റൈഡൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ല തണുപ്പുള്ള സമയത്ത്, ഇനിയിപ്പം എത്ര തണുപ്പുണ്ടെങ്കിലും ശരി, നമ്മൾ മാക്സിമം തല കഴുകി കുളിക്കാതിരിക്കുന്നത് ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു അല്ലേ. തല കഴുകി കുളിക്കുന്നത് മാത്രമല്ല, ബോഡി ആയാലും വന്ന് തണുത്ത വെള്ളത്തിൽ കുളിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം ഓൾറെഡി നമ്മൾ ഓപ്പൺ എയറിലാണ്. അതായത് 2 വീലർ എന്ന് പറയുമ്പോൾ നമുക്കൊരു വേറെ ഒന്നുമില്ല, നമ്മളിങ്ങനെ എയർ ഡയറക്റ്റ് അടിച്ചുകൊണ്ടിരിക്കല്ലേ, നമ്മുടെ ഉള്ളിൽ തണുപ്പ് കാണും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ചെന്ന് പിന്നെ തണുത്ത വെള്ളത്തിലൂടെ കുളിക്കുമ്പോഴത്തേന് ബോഡി റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരു സംഭവം ഉണ്ടാവും. എവിടെ പറയണ്ട, ഉദാഹരണത്തെ ഇവിടെ ഇരിപ്പുണ്ട്. നീ കൊച്ചിനെ കൊണ്ട് ഇത്രയും പാടില്ലായിരുന്നു. അങ്ങനെ രാവിലത്തെ ജലദോഷത്തിൻ്റെ ഒപ്പം ആ തണുത്ത കാറ്റ് കൊണ്ട് അടിച്ചു കയറിയപ്പോഴത്തേക്ക് വളരെ വയ്യാത്തൊരവസ്ഥയായി. അപ്പോൾ അങ്ങനെ തേങ്ങ എന്ന് പറയുന്ന സ്ഥലത്തുകൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തേങ്ങ എന്നവർ പറയും, നമ്മൾ തേങ്ങ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരുപാട് മിലിറ്ററി ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു മിലിറ്ററി ഹോസ്പിറ്റലിൽ കയറി ഒന്ന് കാണിക്കുന്നുണ്ട്. കാരണം ചിലപ്പോഴേ ബ്രെത്ത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലെയിനിലുള്ള ആൾക്കാർ പെട്ടെന്ന് നമ്മുടെ ഹൈറ്റിലേക്ക് 2500 മീറ്റർ മുകളിലേക്ക് കയറുമ്പോഴത്തേക്കൊക്കെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമണറി എൻഡെമ എന്ന് പറയുന്നൊരു സിംറ്റം, അതായത് ഒരു ശ്വാസിക്കാനുള്ള ബുദ്ധിമുട്ട്, അതാണ് ഈ നീട്ടിക്കുഴച്ച് വാരിച്ച് വാരി പറയുന്നത്. അതായത് നമുക്ക് ജസ്റ്റ് നടക്കാൻ പോലും പറ്റത്തില്ല. അല്ല, അതിനകത്ത് വേറൊരു കേസുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ നമ്മുടെ ശ്വാസകോശത്തിൽ വെള്ളം കിട്ടുന്ന ഒരു കണ്ടീഷൻ വരും. കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞു കഴിഞ്ഞില്ലായിരുന്നോ, കുട്ടികളുടെ ന്യൂമോണിയ വരും. അപ്പോൾ നമുക്കത് ശ്വാസകോശത്തിലേക്ക് വെള്ളം കിട്ടും. അപ്പോൾ അത് പിന്നെ ന്യൂമോണിയ ആയിട്ട് മാറുകയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ ഇങ്ങനത്തെ കണ്ടീഷനൊക്കെ വെച്ച് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഒന്നാമത് സ്വയം ചികിത്സിക്കുക ഇരിക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു മിലിറ്ററി ഹോസ്പിറ്റലിൽ കാണിച്ച് എന്താണ് നമ്മുടെ കണ്ടീഷൻ, ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കേസാണോ ഇല്ലയോ എന്ന് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓക്സിജൻ ലെവൽ എത്രത്തോളം ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫെസിലിറ്റി കയറി ചോദിക്കണം. അപ്പോൾ ഇവിടെയൊക്കെ ഗ്രാമങ്ങളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലൊക്കെ തന്നെ മിലിറ്ററി ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിപ്പോൾ ബോർഡർ ഏരിയ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഫെസിലിറ്റീസ്, പബ്ലിക്കിന് ആക്സസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ ഫെസിലിറ്റി കയറി ഒന്ന് കാണിച്ച് എന്താണ് സംഭവം എന്ന് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ യാത്ര മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ട് പറ്റത്തില്ല. കാരണം നമുക്ക് കൂടുള്ളവരുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൂക്കടച്ചിരിക്കുക, സൗണ്ടുണ്ട് ശ്വസിക്കുമ്പം. അപ്പം ഇൻ കേസ് അങ്ങനെ ആണെന്നുണ്ട്. അത് മാത്രമല്ല കുട്ടിയുണ്ട്. അപ്പോൾ അവ കൂടെ സ്പ്രെഡായി കഴിഞ്ഞാൽ അത് വലിയ വലിയ ബുദ്ധിമുട്ടുകളോട്ട് പോകും. അപ്പോൾ തുടക്കത്തിലേ അങ്ങ് ചികിത്സിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് തേങ്ങ. അപ്പം ഇവിടെ ഒരുപാട് എംഎച്ചുകളുണ്ട്. 1 2 അല്ല, ഇവിടെ ഒരുപാട് എംഎച്ചുകളായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് സിവിലിയൻസിന് അലൗഡ് ആയിട്ടുള്ള ഒരു എംഎച്ചിൽ ഞങ്ങൾ കയറി
കാണിച്ചു. അപ്പോൾ ഭാഗ്യമെന്ന് പറയട്ടെ, നമുക്കവിടെ ഒരുപാട് മലയാളികളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മളീ പോയ ട്രിപ്പുകൾ ഇതുവരെയും കവർ ചെയ്ത സ്ഥലത്തെല്ലാം എവിടെ ചെന്നാലും നമുക്കൊരു മലയാളി അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യനെ നമ്മൾ കാണുമായിരുന്നു. അപ്പോൾ ഇത് മഹാഭാഗ്യമെന്ന് തന്നെ പറയട്ടെ. കാരണം അവർ അത്രയ്ക്ക് നമ്മളോട് വന്ന് കാര്യങ്ങളെല്ലാം തിരക്കി, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി, ഈവൻ കൊച്ചിനെ എന്നെയും പോലും ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ നോക്കി. അപ്പം അവർക്കും ഒരു സന്തോഷം, നാട്ടിൽ നിന്ന് കാണുമല്ലേ, നാട്ടിൽ നിന്ന് വരുന്നവരല്ലേ, അവർക്കും ഒരു സന്തോഷം. അങ്ങനെ പുള്ളി ഞങ്ങളെ പുള്ളിയുടെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ ക്ഷണിക്കണം. അതായത് വീടെന്ന് അവർ ഉദ്ദേശിക്കുന്നത് ക്വാർട്ടേഴ്സ്, അവരുടെ ക്വാർട്ടേഴ്സിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. MHലും അതുപോലെ തന്നെ ഇവരുടെ ക്വാർട്ടേഴ്സിലും ഒക്കെ ഒരു വീഡിയോ എടുക്കുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പം പക്ഷേ ഈ പേരയ്ക്കയുടെ കാര്യം പറയാതെ വയ്യ. അവരുടെ ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിലുള്ളതാണ് ചുമന്ന പേരയ്ക്ക. നല്ല അടിപൊളി, നമ്മുടെ നാട്ടിൽ പോലും ഇത്രയും നല്ല മധുരമുള്ള പേരയ്ക്ക കിട്ടത്തില്ല. അത്രയ്ക്ക് നല്ല പേരയ്ക്കയാണ്. ഇനി ഞങ്ങൾ അവരെ പരിചയപ്പെടുത്തി തരാം. ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ തവാങ് സ്വപ്നമായിട്ട് വരികയാണ്. ആക്ച്വലി ഇന്ന് ഞങ്ങൾക്ക് തവാങ് പോകാൻ പറ്റുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. മൂക്ക് ഒരു ചെറിയ സിക്നസ് പോലെ തോന്നി, തവാങ് പോകാൻ പറ്റുമെന്ന് തോന്നിയില്ല. അങ്ങനെ റിട്ടേൺ പോവുകയായിരുന്നു. അത് തേജ്പൂരിലേക്ക്. രാവിലെ എന്റെ പനിയെ പുച്ഛിച്ചവളാണ് ഇവൾ. ആ പനി തന്നെയാണ് ഞങ്ങളെ ഇപ്പോൾ തവാങ്ങിൽ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ താഴെ തേജ്പൂരിലേക്ക് പോകാൻ നേരം താഴെ വെച്ചിട്ട് MHന്റെ അതായത് മിലിറ്ററിയുടെ തന്നെ ഒരു ഹോസ്പിറ്റൽ MH, അവിടെ വെച്ച് പുള്ളിക്കാരന് ഡോക്ടറെ കാണാൻ വേണ്ടി കയറി. ഞങ്ങള് യാദൃശ്യമായിട്ട് എന്താ പറയാ, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ അവിടെ, മലയാളികൾ എല്ലായിടത്തും ഉണ്ട് അങ്ങനല്ല, പക്ഷെ എന്റെ അമ്മയുടെ നാട്, നിങ്ങൾ ഞങ്ങളുടെ ബ്ലോഗ് ഒക്കെ കാണുന്നവർക്ക് അറിയാം, പട്ടാഴിയിലുള്ള ഒരു ഫാമിലിയെ ഞങ്ങൾ പരിചയപ്പെടുകയാണ്. പുള്ളി ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയതാണ്. അവസാനം ഞങ്ങൾ അവിടെ തമ്പടിച്ചു. പുള്ളി നാളെ തവാങ് പോകാനിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളും തവാങ്ങിലേക്ക്. അപ്പൊ എനിക്കും ഒരു നല്ല റിലാക്സ്ഡ് ആണ്. കാരണം കുട്ടി പുള്ളിക്കാരന്റെ കുട്ടിയാണ് ഈ വരുന്നത്. കലിപ്പനാണ്, കലിപ്പൻ. ഹലോ ഹലോ, ഒരു ഹായ് പറഞ്ഞിട്ട്, ഒരു ഹായ്. പുള്ളി കലിപ്പിലാണേ. അപ്പം പുള്ളി ഉള്ളത് കൊണ്ട് അദ്ദേഹം നല്ല പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പുള്ളിക്ക് ഇത് സ്ഥിരമായിട്ട് പോകുന്നോണ്ട് അറിയാം. അവർ രണ്ടുപേരും ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്, ഞങ്ങൾക്ക് മുഖം തരത്തില്ലെന്നും പറഞ്ഞു ഞങ്ങൾ കറക്കി പിടിച്ച് കാണിച്ചു തരാം. ചിരിപ്പുണ്ട് ഇവിടെ എവിടെയോ ഉണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം. ഒരാള് കാട്ടി കൊടുത്താണ്, ഒരാള് മറ്റാണ് ഞാൻ പിന്നെ പിടിച്ച് അതിന്റെ പുറകെ പോയി നിൽപ്പുണ്ട്. ഒരാളെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചേച്ചി ഒന്ന് കാണട്ടെ. ചേച്ചി എന്താ ചേച്ചി, ഇനി ആരും കല്യാണം ഒന്നും ആലോചിക്കത്തില്ല, ഒന്ന് കണ്ടിട്ട് പോകും. അപ്പൊ ഒരാളുടെ ഫേസ് കിട്ടിയതേ ഉള്ളൂ. അപ്പൊ രണ്ടുപേരും കൂടെ തോണ്ട് അവിടെ കളിക്കാൻ പോയേക്കാണ്. അങ്ങനെ ഞങ്ങളുടെ ശ്യാം ചേട്ടനും രശ്മി ചേച്ചിയാണ് ഇന്ന് ഞങ്ങളെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബഹുമാനാർത്ഥം ഞാൻ അങ്ങനെ വിളിച്ചെന്നേ ഉള്ളൂ. ഞാൻ ചേച്ചി ചേച്ചിന്ന് വിളിക്കുന്നതിന് അന്നേരം തൊട്ട് എന്നോട് തുടങ്ങിയത്. ഹലോ മിസ്റ്റർ കരിപ്പൻ. നമ്മളിനി പോകുന്ന രൂപ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇന്നിനിപ്പം റെസ്റ്റ് എടുക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പം എനിക്കും വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ പകുതി ഹാപ്പിയായി. അപ്പോൾ ഇനി നമ്മൾ രൂപയിൽ പോയി അവിടെ ഒരു ദീപാവലി ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഫെസ്റ്റിവലിലെ നമ്മളൊരു ഗസ്റ്റായിട്ടൊരു കൊണ്ടുപോവാണ്. അപ്പോൾ ഇനി കുറച്ച് ഫെസ്റ്റിവൽ കാഴ്ചകളൊക്കെ ഉണ്ട്. അവിടുന്ന് അവരുടെ ഫുഡൊക്കെ കഴിച്ച് പട്ടാളക്കാരുടെ ഒപ്പം ഒരു ആഘോഷത്തിൽ പങ്കുചേർന്ന് അവരോടൊപ്പം ഒരു ദിനം ചിലവഴിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളിനി രൂപയിലേക്കാണ് പോകുന്നത്. లక్కీ పైకి వెళ్ళిపో లక్కీ ఇవద్దు అలా డాడీ తిరిగి లక్కీ తెచ్చి తొమ్మని తీసుకెళ్ళమ్మా పైకి రషీద్
നമ്മൾ ആർമിയുടെ ചേട്ടനിവിടെ വന്നിട്ട് ഇവിടെ ദീപാവലി ഫെസ്റ്റിവൽ നടക്കുകയാണ്. നല്ല സമയത്താണ് വന്നത്. അപ്പോൾ ഫെസ്റ്റിവലൊക്കെ ഉണ്ട്, അടിപൊളി ഇതാണ് കേട്ടോ അവർ ഒരുക്കിയിരിക്കുന്നതും. ആ ഫെസ്റ്റിവലെല്ലാം കിടിലുമാണ്. പിന്നെ ഒരുപാട് സ്ഥലത്തെ വെറൈറ്റി ഫുഡുകൾ, ഓരോ സംസ്ഥാനത്തെയും വെറൈറ്റി ഫുഡുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. നമ്മുടെ ഒരു മസാലപ്പൂരി, പാനിപ്പൂരി ട്രൈ ചെയ്ത് നോക്കി, ഭയങ്കര എരിവ്. അതുകൊണ്ട് നമ്മുടെ സാധാ ട്രഡീഷണൽ മസാല ദോശ ട്രൈ ചെയ്യാൻ പോവാണ്. കണ്ടു പതുക്കെ. ഇവിടെ കണ്ണൂര് കളിക്കാൻ ഒരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ചേട്ടന് കണ്ണും കൂടെ ഭയങ്കര കളിയായിരുന്നു. ഇവിടെ ഒളിച്ചു കളിയാണ് രണ്ടുപേരുടെ. എഞ്ചിൻ നോക്കാൻ അവിടെ നിന്ന് കളി. മൊബൈൽ കണ്ടു, ഇനി മൊബൈൽ കാണാതെ രക്ഷയില്ല. അപ്പം പോട്ടോ, നിങ്ങൾ പോട്ടോ, എന്നെ നിർത്തുന്നില്ല. അപ്പോൾ ടാറ്റാ ബൈ ബൈ. വിശേഷവുമായി നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.